ഹായ് ഹലോ നമസ്കാരം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ആവശ്യമായി വന്നേക്കാം. ഒരു ജോലി ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു അധിക വരുമാനം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സഹായമായിട്ടുള്ള ഒരു വലിയ അവസരത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിത ചെലവുകൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ വരുമാനം കൂടുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ബിസിനസ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ എക്കണോമിക് സർവേ ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. 1960 കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി 100 രൂപ മതിയായിരുന്നു. 20 വർഷം കഴിഞ്ഞ് 1980 വന്നപ്പോൾ 100ൻ്റെ 10 ഇരട്ടി വർദ്ധിച്ച് 1000 എന്ന രൂപത്തിൽ 100ൻ്റെ 10 ഇരട്ടി വർദ്ധിച്ച് 1000 രൂപ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും 20 വർഷം കഴിഞ്ഞ് 2000 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ 1000ൻ്റെ 10 ഇരട്ടി വർദ്ധിച്ച് 10000 എന്ന സ്ഥിതിയിലേക്ക് എത്തി. 10000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2020 കാലഘട്ടങ്ങളിലാണ്. ഇന്ന് നല്ല രീതിയിൽ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഹൗസിംഗ് ലോണ്, വണ്ടിയുടെ അടവ്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം കൂടി നോക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ മാന്യമായ രീതിയിൽ ജീവിക്കാൻ കഴിയൂ എന്ന സാഹചര്യത്തിലാണ്. കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത 20 വർഷം, അതായത് 2040 ആകുമ്പോൾ ഈ 1 ലക്ഷം രൂപയുടെ 10 ഇരട്ടി വർദ്ധിച്ച് 10 ലക്ഷം രൂപയെങ്കിലും വരുമാനം വേണ്ടി വരും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മേഖലയിലൂടെ 10 ലക്ഷം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ആരും കേൾക്കണമെന്നില്ല. മറിച്ചാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. ജോലി ചെയ്തുകൊണ്ട് മാസം 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് 100% തെറ്റാണ്. നിലവിലെ അവസ്ഥകളൊക്കെ എന്നെക്കാൾ ഭംഗിയായി നിങ്ങൾക്കറിയാം. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ജോലി ചെയ്ത് മാസം 10 ലക്ഷം ഉണ്ടാക്കുവാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സംരംഭകനാവുക എന്നത് മാത്രമാണ് മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. എന്തുകൊണ്ടാണ് സംരംഭകത്വം ഏക മാർഗം എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ള മേഖല എന്ന് നോക്കിയാൽ, മോസ്റ്റ് റിവാർഡിങ്, എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാം. ബി യുവർ ഓൺ ബോസ്. നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ ബോസ്. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, വർക്കിംഗ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആക്കുകയും ചെയ്യാം. ഇതാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആളുകൾ എന്തുകൊണ്ട് ഇതിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു എൻ്റർപ്രണർ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. 2 റിസോഴ്സുകൾ ഇവിടെ പ്രധാനമായും വേണം. ഒന്നാമത്തെ ക്യാപിറ്റലാണെങ്കിൽ, രണ്ടാമത്തെ ഐഡിയ ആണ്. ഒരു നല്ല പ്രൊജക്റ്റ് വേണം ആ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കാനുള്ള ഫണ്ടും വേണം. ശരിയാണോ അല്ലേ? പല ആളുകൾക്കും ഇത് രണ്ടും വേണമെന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടാണ് സംരംഭകത്തിലേക്ക് വരാത്തത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ഐഡിയ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. അതാണ് നൂറ്റാണ്ടിലെ ബിസിനസ്സുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സൊമാറ്റോ, സ്വിഗ്ഗി എന്ന് പറയുന്നതൊക്കെ ഒരു ആശയമാണ്. ഓല, ഊബർ ആശയമാണ്. ഓയോ റൂംസ് ആശയമാണ്. ഇവരെല്ലാവരും പണമില്ലാതെ ഒരു ആശയം വെച്ച് പണം ഉണ്ടാക്കിയ ആളുകളാണ്. ഇതുപോലെ പണം മുടക്കാതെ ഒരു ആശയം വെച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു സംരംഭകൻ ആവാം. ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ഐഡിയ, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല എങ്കിൽ ആ ഒരു ഐഡിയ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഐഡിയയെക്കുറിച്ച് പറയുമ്പോൾ 1+1+1 = 3. 3 ഒന്ന് ചേർന്നാൽ 3 ആണ്, നമുക്കറിയാം. എന്നാൽ 3 ഒന്ന് ചേർന്നാൽ 111ൻ്റെ മിനിമം നൽകുന്ന ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ ആശയം എന്നറിയാൻ നിങ്ങൾക്ക് ആശങ്കയുണ്ടാവാം. നോക്കാം നമുക്ക്. ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി. ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മേഖല ഫാർമസ്യൂട്ടിക്കൽ മേഖലയെക്കാളും 3 മടങ്ങ് വർധന കാണിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല. രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പുതിയ ബില്യനേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. നമുക്കറിയാം, സർവ്വ മേഖലകളും ഇന്ന് ഇൻ്റർനെറ്റുമായി കണക്റ്റഡാണ്.
വീട്ടിലെ CCTV മുതൽ പെട്ടിക്കടക്കാരൻ ചെയ്യുന്ന കച്ചവടം വരെ ഇന്ന് ഇൻ്റർനെറ്റുമായി കണക്റ്റഡാണ്. ഈ 3 മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമായിട്ടുള്ള ബയോ ആക്റ്റീവ്സ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. മാത്രവുമല്ല, കമ്പനിയുടെ മാനുഫാക്ചറിങ് നടക്കുന്നത് 5,50,000 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഹ്യൂജ് ഒരു ഫാക്ടറിയിലാണ്. ഓക്കെ, ഫോർമുലേഷൻ ജപ്പാനിൽ നടത്തി, സ്വന്തം മാനുഫാക്ചറിങ് ബാംഗ്ലൂരിൽ നടത്തി, വിപണനത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ സാപ്പ് ആപ്ലിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്, CII മെമ്പറാണ്, GMP സർട്ടിഫൈഡ് ആണ്, കോഴ്സ് സർട്ടിഫൈഡ് ആണ് തുടങ്ങി ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയെ മറ്റു കമ്പനിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന 2 സർട്ടിഫിക്കറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ GST ഡിപ്പാർട്ട്മെൻറ്റാണ്. കറക്റ്റ് സമയങ്ങളിൽ GST പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഏറ്റവും നല്ല GST പേ ചെയ്യുന്ന കാരണം കൊണ്ട് GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. അടുത്തത് ബെസ്റ്റ് കൺസ്യൂമർ. കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഗുണം ഉള്ള കാരണം കൊണ്ട് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി എന്ന ഒരു അവാർഡും കമ്പനിക്ക് നിലവിലുണ്ട്. കർണാടക ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എക്സ്പോർട്ട് അവാർഡ് നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. എന്താണ് ഇൻഡസ് വിവ കമ്പനി ഇവിടെ ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും. പ്രകൃതിയുടെ ഗുഡ്നെസ്സോട് കൂടി വെൽനസ് പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല, ഇത്രയേ ഉള്ളൂ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ്. പലപ്പോഴും ഏറ്റവും വലിയ ചിലവ് നമുക്ക് വരുന്നത് അസുഖം വന്നിട്ട് ചികിത്സിക്കുമ്പോഴാണ്. അസുഖം വരാതെ നോക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് തന്നെയാണ് ഇൻഡസ് വിവ പറയുന്നത്. അതിനുള്ള പ്രൊഡക്റ്റുകളാണ് കമ്പനി നമുക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. ആദ്യത്തെ പ്രൊഡക്റ്റാണ് iPulse. എന്താണ് iPulse? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് വാല്യൂ ഉള്ള, ഒറാക്ക് വാല്യൂ കൂടുതൽ ഉള്ള അസൈബറി എന്ന ഫ്രൂട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 15 ഫ്രൂട്ട്സിൻ്റെ ബ്ലെൻഡാണ് iPulse. ഏകദേശം 26ഓളം മേജർ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രിങ്കാണ് iPulse. ഒരു ദിവസം 60 മില്ലി കഴിക്കുന്നതിലൂടെ 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതാണ്. അടുത്ത ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് iCoffee. iCoffeeയുടെ പ്രത്യേകത ഏകനായകൻ നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ചരക മഹർഷി ചരക സംഹിത എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടാണ് ഡയബറ്റിക്കിന് നല്ലതാണെന്ന് മനസ്സിലാക്കി വ്യക്തമായി ഈ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏകനായത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സാൽസിറ്റാൾ എന്ന കണ്ടൻറ്റും നായ്ക്കുരണ പരിപ്പിൻ്റെ സത്തും കൂർക്കിലെ കോഫിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെർബൽ കോഫിയാണ് iCoffee. ഡയബറ്റിക് കാരണം അല്ല ആളുകൾ ബുദ്ധിമുട്ടുന്നത്, സൈഡ് എഫക്റ്റുകൾ കൊണ്ടാണ്. വന്ന സൈഡ് എഫക്റ്റുകൾ മാറാനും ഇനിയൊരു സൈഡ് എഫക്റ്റിൽ വരാതെ നോക്കാനും ഡയബറ്റിക് നോർമൽ ആക്കുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് iCoffee. ദെൻ ഐസ്ലിം ഫാറ്റ് തമീസ്. ഐസ്ലിമിൻ്റെ പ്രത്യേകത FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, അഥവാ US പാറ്റൻറ്റുകൾ പ്രൊഡക്റ്റാണ് ഐസ്ലിം. നല്ല ഫാറ്റിനെ നിലനിർത്തി ചീത്ത ഫാറ്റിനെ പുറം തള്ളിക്കൊണ്ട് ഒറിജിനൽ ബോഡി വെയ്റ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ബോഡിയെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐസ്ലിം. വെയിറ്റ് കൂട്ടാനോ കുറക്കാനോ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഐസ്ലിം, മറിച്ച് വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റാണ് ഐസ്ലിം ഫാറ്റ് തമീസ്. ഇത് 4 ഫ്ലേവറുകളിൽ നമുക്ക് ലഭ്യമാണ്. അടുത്തൊരു പ്രൊഡക്റ്റാണ് iGlow. സാഫ്രോൺ, കാശ്മീരിലെ കുങ്കുമമാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കുങ്കുമം. ലോകത്ത് തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കുങ്കുമം എന്ന് പറയുന്നത് കാശ്മീരിലെ കുങ്കുമമാണ്. ആ സാഫ്രോൺ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ് iGlow. ഇത് നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പോലും ഒറിജിനൽ പ്രായത്തിലേക്ക്, അതായത് ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് iGlow. ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള നമ്മളെ ചർമ്മത്തിനെ, സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് iGlow. അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി പരിചയപ്പെടുത്താം. iCare എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് നമ്മുടെ iPulse പോലെ തന്നെയാണ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റാണ് എന്ന് പറയാം. 35 വയസ്സിന് മുകളിൽ ഉള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസിങ്, അതുപോലെ തന്നെ പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പല പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ബോഡിയെ സംരക്ഷിക്കാൻ വേണ്ടി കുർക്കുമിൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് iCare. അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് പരിചയപ്പെടാം.
എനർജി ഡ്രിങ്കാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവാം ബൈസൺ, റെഡ് ബുൾ എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ഡ്രിങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതുപോലെയല്ല ഇത് 100% നാച്ചുറൽ ആയിക്കൊണ്ടും അതുപോലെ തന്നെ കഫെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഐ ചാർജ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ഐ ചാർജ് എന്ന പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും അവൈലബിൾ അല്ല. വിവ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രം കോംപ്ലിമെൻ്ററി ആയി കമ്പനി കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ പ്രൊഡക്റ്റാണ് ഈ ഐ ചാർജ് എന്ന് പറയുന്നത്. ഈ കമ്പനിയും പ്രൊഡക്റ്റുകളും കേട്ടപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന്. മേ ബി നിങ്ങൾ കേട്ടില്ലായിരിക്കാം. പക്ഷേ ഇന്ന് ലോകത്ത് 40ഓളം രാജ്യത്ത് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതുമാണ് ഈ പ്രൊഡക്റ്റുകൾ. നമുക്കറിയാം ഇൻഡസ് വിവ കമ്പനി പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയാണെന്ന്. പക്ഷേ എല്ലാ കമ്പനികളും ചെയ്യുന്ന പോലെ അല്ല ഇൻഡസ് വിവ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലാണ് മറ്റു കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നത്. അഥവാ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് അടക്കമാണ് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ വെറും 30 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വില. 70% പണവും പോകുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. റിച്ച് ഗെറ്റ് റിച്ചർ, പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാവുന്നു. ഇവിടെ സാധാരണക്കാർക്ക് ഒരു അവസരവും ഇല്ല. ഇതാണ് നമുക്ക് അറിയുന്ന മാർക്കറ്റിംഗ് രീതി. എന്നാൽ ഇൻഡസ് വിവ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതി ഇതല്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അഥവാ ഉപഭോക്താവായി വന്ന വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള ഒരു അവസരം തന്നെ തരുന്നൊരു സിസ്റ്റമാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇവിടെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കുന്ന ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ നമ്മളാണ് ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും ജോലി ചെയ്യുന്നത്. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണം നമ്മളിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ, ജസ്റ്റ് യൂസ് ദ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ആയി വരാനാണോ താല്പര്യം? പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആയി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ഒരു റീറ്റെയിലർ ആവാനാണോ താല്പര്യം? നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കാം, 500 രൂപ ലാഭം കിട്ടും. വിവ ബിസിനസ് ഓണറായിട്ടും നിങ്ങൾക്ക് കടന്നു വരാം. വിവ ബിസിനസ് ഓണറായാൽ എന്താ കാര്യം? നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഹോൾസെയിൽ പ്രൈസിന് വിൽക്കാം, ഒരുപാട് റീറ്റെയിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് കമ്പനി നൽകുന്ന ഇൻ്റർനാഷണൽ ട്രിപ്പുകളടക്കം ഒരുപാട് രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനുള്ള അവസരം നിങ്ങൾക്ക് ഇതിലൂടെ കമ്പനി നൽകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ഓണർ ആവുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ബിസിനസ് ഓണർ ആവാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഹെൽപ്പ് to get any trial product to your dealers. You will be a star distributor. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഫാദറിനെയും മദറിനെയും ബ്രദറിനെയും സിസ്റ്ററിനെയും അങ്കിളിനെയും ആൻറ്റിയെയും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു. അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴി നിങ്ങൾ ഈ കമ്പനിയുടെ VBO ആയി മാറും. VBO ആയി കഴിഞ്ഞാൽ now you can expand your distribution. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അവസരം ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എങ്ങനെയാണെന്ന്. ഇതിനെയാണ് ഫ്രാഞ്ചൈസി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. എക്സാമ്പിൾ ഇവിടെ കാണുന്നുണ്ടാവും, മെക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, ഡൊമിനോസ് പിസ്സ, KFC ഇവരെല്ലാം ഫ്രാഞ്ചൈസി ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാം. നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആളുകൾക്ക് ഇതേപോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക വഴി നിങ്ങൾക്ക് വോളിയം മാച്ച് ആവുമ്പോൾ 600 GB വോളിയം നടക്കുമ്പോൾ 6000 രൂപ ആഴ്ച വരുമാനമായി നിങ്ങൾക്ക് കമ്പനി അയച്ചു തരും. അങ്ങനെ നിങ്ങളുടെ ഓർഗനൈസേഷൻ വളർന്ന് ഒരു പ്രത്യേക ആഴ്ചയിൽ 1500 GB മാച്ച് ചെയ്യുമ്പോൾ 15000 രൂപയും, ബിസിനസ് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ 3000 PV മാച്ച് ചെയ്യുമ്പോൾ 30000 രൂപയും, ഒരു പ്രത്യേക ആഴ്ച 5000 GB മാച്ച് ചെയ്യുമ്പോൾ കമ്പനി നിങ്ങൾക്ക് തരുന്ന ആഴ്ച വരുമാനം 50000 രൂപയാണ്. പിന്നീട് 10000 GB മാച്ച് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയും, 25000 GB മാച്ച് ചെയ്യുമ്പോൾ 2,50,000 രൂപയും. അഥവാ മാസം 10 ലക്ഷം രൂപ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ് വിവ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് മാത്രമാണോ നിങ്ങൾക്ക് കമ്പനി നൽകുന്നത്? അല്ല, ഒരുപാട് റിവാർഡുകളും കമ്പനി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്.
നിങ്ങളുടെ കോ ആപ്ലിക്കൻറ്റിൻ്റെ കൂടെ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പുകളും കമ്പനി തരാൻ തയ്യാറാണ്. ഉദാഹരണം, സ്റ്റാർ 500 റാങ്കിലെത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കമ്പനി തരാൻ തയ്യാറാണ്. അതുപോലെ സ്റ്റാർ 1000 റാങ്കിലെത്തുമ്പോൾ ബാംഗ്ലൂർ ഷെറാട്ടൺ ഗ്രാൻഡ് എന്ന 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് 3 ദിവസത്തെ സ്റ്റാർ സമ്മിറ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലെത്തുന്ന സമയത്ത് കോ ആപ്ലിക്കൻ്റെ കൂടെ തായ്ലാൻഡ് എന്ന രാജ്യത്തെ എൻജോയ് ചെയ്യാനുള്ള അവസരം കമ്പനി നൽകുന്നു. പേളെ റാങ്ക് എത്തുന്ന സമയത്ത് മലേഷ്യ, എമറാൾഡ് എത്തുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, സഫേർ എത്തുമ്പോൾ ദുബായ്, എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന റാങ്കിലെത്തുമ്പോൾ വിത്ത് സ്റ്റാർ ക്രൂയിസ് നിങ്ങളുടെ കോ ആപ്ലിക്കൻ്റെ കൂടെ സിംഗപ്പൂർ എന്ന രാജ്യത്ത് അടിച്ചു പൊളിക്കാനുള്ള ഒരവസരം ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് കമ്പനി നൽകുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല, ഒരുപാട് റിവാർഡുകളും കമ്പനി നമുക്ക് തരാൻ തയ്യാറാണ്. സോ മൈ ഡിയേഴ്സ്, വൺസ് ബിക്കം എ BBO കംപ്ലീറ്റ് ചെയ്യുമ്പോൾ BOM എന്നൊരു പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. BOM അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ സെയിൽ ചെയ്യണം, ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ബിസിനസ് ഓണേഴ്സ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ കമ്പനിയും ടീമും എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ ഒരു കമ്പനിയുടെ 12 വർഷം കൊണ്ട് 101 കോടിപതിയിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ് വിജയകരമായി സക്സസ് ജേണി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം 23 കോടിപതികളാണ് പിറന്നു വീണിട്ടുള്ളത്. ടീം ജീവൻ ആനന്ദ് എന്ന ഓർഗനൈസേഷനിൽ മാത്രം 12 കോടിപതികളാണ് പിറന്നു വീണിട്ടുള്ളത്. ഈ 12 ആളുകളിൽ ഓട്ടോ ഡ്രൈവർ മുതൽ സ്റ്റുഡൻറ്റ്, ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ, ബാങ്ക് മാനേജർ, ടീച്ചർ തുടങ്ങിയ പല മേഖലയിലുമുള്ള ആളുകളുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കഴിവോ അല്ലെങ്കിൽ ഭാഗ്യമോ അല്ല ഇവിടെ വേണ്ടത്, നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ KYC സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക, പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് BBO കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ പല ആളുകളും ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനിരിക്കുന്നു. അത് വരുന്നവർക്കാണ് ഇവരെ സീനിയോറിറ്റി ഉള്ളത്. സീനിയോറിറ്റി നഷ്ടപ്പെടാതെ നിങ്ങളുടെ ബെസ്റ്റ് കരിയർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കും കടന്നു വരിക. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മേഖലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു.